ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് മധുരമുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. റെസിപ്പി കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയർ, ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ഞാനിവിടെ പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ പച്ചരി ഏകദേശം ഒരു 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഞാൻ നല്ലോണം കഴുകി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചോറ്, 1/2 കപ്പ് ചോറും ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര 3 കഷ്ണം നല്ലോണം കഴുകി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫൈനായി തന്നെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിതാ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടും ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇടുന്ന ശർക്കര മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറിയും കൂട്ടി രാവിലത്തേക്ക് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടും എടുക്കാം. ഇതിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായക്കടിയാണ് ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കോരിയെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമുള്ള നെയ്യപ്പം. ഇത് വളരെ ഈസിയാണ്. വീട്ടിൽ ഉണ്ടാവുന്ന ചേരുവകൾ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. നല്ലൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്സലാമു അലൈക്കും.